ശനിയാഴ്ച രാത്രി പോയിട്ട് ഞായറാഴ്ച തിങ്കളാഴ്ച രാവിലെ വരെ ഞങ്ങൾ ആ താഴെ ആ സൈഡിൽ ഇഷ്ടംപോലെ ആളുകളുണ്ടായിരുന്നു. നമുക്ക് നടക്കാൻ പോലും സ്ഥലമില്ല. ആ രീതിയിൽ തിങ്ങി വിങ്ങി കിടന്ന സ്ഥലത്താണ് അറ്റാക്ക് വന്ന മനുഷ്യനെ കൊണ്ട് ഞാൻ അവിടെ കിടന്നത്. എന്നിട്ട് ശനിയാഴ്ച രാത്രി ഡ്യൂട്ടി ഡോക്ടർ വന്നിട്ട് പറഞ്ഞു, നാളെ രാവിലെ കാർഡിയോളജി ഉണ്ട്, OP ഉണ്ട്. അന്നേരം രാവിലെ ആദ്യം ചെന്നിട്ട് ബൈസ്റ്റാൻഡർ പോയിട്ട് OP ചീട്ട് എടുക്കുക. പിന്നെ അത് കഴിഞ്ഞിട്ട് വന്നിട്ട് വീൽ ചെയറിൽ അറ്റാക്ക് വന്നതുകൊണ്ട് പേഷ്യന്റിന് ബാത്റൂമിൽ പോലും നടത്തിക്കൊണ്ട് പോകരുത്, വീൽ ചെയറിൽ മാത്രമേ കൊണ്ടുപോകാമെന്ന് പറഞ്ഞു. ഞാൻ ബൈസ്റ്റാൻഡറുമായിട്ടല്ല പോയത്, അല്ല എന്റെ കൂടെ വേറൊരാളില്ലായിരുന്നു, ഞാൻ മാത്രമേ ഉള്ളായിരുന്നു ബൈസ്റ്റാൻഡറായിട്ട്. എന്നിട്ട് ഞാൻ തന്നെ ഉരുട്ടി കൊണ്ടുപോയി. എനിക്ക് തോന്നുന്നു 401 അങ്ങനെ എങ്ങാണ്ടായിരുന്നു റൂം നമ്പർ. അവിടെ പോയി ഞാൻ 8 മണിക്ക് മുമ്പേ ചെന്നു. 8 മണിക്ക് എനിക്ക് OP ചീട്ട് കിട്ടി. OP ചീട്ട് 2 എന്നിട്ട് അതിനുശേഷം ഞാൻ വന്ന് പുള്ളിക്കാരനെ 10 മണിയായപ്പോൾ അവിടെ കൊണ്ടെത്തിച്ചു. എന്നിട്ട് 10:15 ഡോക്ടർ വന്നു. ഫസ്റ്റ് പേഷ്യന്റ് ഇല്ലാത്തതുകൊണ്ട് ആദ്യം ഇതേ തന്നെ കയറി. എന്നിട്ട് പേഷ്യന്റിനെ കണ്ടിട്ട് ഡോക്ടർ ഇങ്ങനെ ചെക്ക് ചെയ്തിട്ട് മെയിൻ ഡോക്ടറെ വിളിച്ചിട്ട് ഇങ്ങനെ പറഞ്ഞു, അതായത് ICUയിൽ എത്ര പേഷ്യൻസ് ഉണ്ടെന്ന് പറയുമല്ലോ, ആ കണക്കെല്ലാം പറഞ്ഞു കഴിഞ്ഞിട്ട് പറഞ്ഞു, ഇപ്പോൾ ഒരു പേഷ്യന്റ് വേണു വന്നിട്ടുണ്ട്. അന്നേരം പറഞ്ഞു വി ക്യാൻ ഡു ആൻജിയോഗ്രാം ഓൺ വെനസ്ഡേ ഓർ ഫ്രൈഡേ എന്ന് സാർ ഇംഗ്ലീഷിൽ തന്നെയാണ് പറഞ്ഞത്. എന്നിട്ട് ഓക്കെ സാർ എന്ന് പറഞ്ഞിട്ട് പിന്നെ ഞങ്ങൾക്ക് എഴുതിയിട്ട് ഞങ്ങൾക്ക് റെഫർ ചെയ്തു. 28ാമത്തെ വാർഡ് 2ാമത്തെ വാർഡിലേക്ക് റെഫർ ചെയ്തു. അങ്ങനെ ഞങ്ങൾ അവിടുന്ന് ടാബ്ലറ്റ്സ് എല്ലാം വാങ്ങിച്ചുകൊണ്ട് 2ാമത്തെ വാർഡിൽ വന്നു. 2ാമത്തെ വാർഡിൽ വന്ന് കയറി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഭയങ്കരമായ തലവേദന ഉണ്ടായിട്ട് ഞാൻ ചെന്ന് സിസ്റ്ററോട് പറഞ്ഞു, സിസ്റ്റർ ഇപ്പൊ റെഫർ ചെയ്ത് വന്ന ഒരു പേഷ്യന്റാണ് വേണു, നല്ല തലവേദനയുണ്ട്, എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് ഞങ്ങൾക്ക് അങ്ങനെ ടാബ്ലറ്റ് ഒന്നും വേദനയ്ക്ക് ടാബ്ലറ്റും ഇഞ്ചക്ഷനും തരാൻ പറ്റില്ല, ഡോക്ടർ വന്നെങ്കിൽ മാത്രമേ തരാൻ പറ്റൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്നാൽ ഡോക്ടർ എപ്പോൾ വരും? അത് ഡോക്ടർ കുറച്ച് കഴിയുമ്പം വരും. അതങ്ങനെ കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്നില്ല. അങ്ങനെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞു എനിക്ക് തലവേദന, ഞാൻ ഇപ്പം മരിക്കും, എനിക്ക് എന്താന്ന് വെച്ചാൽ ചെയ്തു തരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും ചെന്നിട്ട് പറഞ്ഞു ഡോക്ടർ ഇതുവരെ വന്നിട്ടില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ എന്റെ കയ്യിലുള്ള ഒരു പാരസെറ്റമോൾ എടുത്ത് കൊടുത്തിട്ട് ആ പാരസെറ്റമോൾ കഴിച്ചിട്ട് കിടന്ന് ഉറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്ക് പുള്ളിക്കാരൻ്റെ ഈ ഒരു ഭാഗവും അതേപോലെ കൈയും പെരുക്കുന്നതായിട്ട് എന്നോട് പറഞ്ഞു. എന്നിട്ട് വേർഡ്സിൽ ഒരു ചെറിയൊരു ഇതുണ്ടായിരുന്നു, സ്ലറിങ് ഓഫ് വേർഡ്സ്, അവരത് എഴുതിയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് പെട്ടെന്ന് തന്നെ ഞാൻ ചെന്ന് പറഞ്ഞു, ഞാൻ നേരത്തെ വന്ന പേഷ്യന്റിന് തലവേദന ഉണ്ടെന്ന് പറഞ്ഞ് നിങ്ങൾ നോക്കിയില്ല, ഇപ്പൊ പേഷ്യന്റിന് കൈയും ഒക്കെ പെരുക്കുന്നെന്ന് പറയുന്നത് എന്താന്ന് വെച്ചാൽ പെട്ടെന്ന് നോക്കണം, അങ്ങനെ ഓൾറെഡി സ്ട്രോക്ക് വന്നത് പറഞ്ഞു. അന്ന് തന്നെ പിന്നെ അവർ ഡ്യൂട്ടി ഡോക്ടറെ വിളിച്ചു. ഡ്യൂട്ടി ഡോക്ടർ പറഞ്ഞ് എന്തൊക്കെ കാര്യങ്ങളും ചോദിച്ചു. അങ്ങനെ പിന്നെ എല്ലാം എഴുതി, കേസ് ഷീറ്റിലെല്ലാം എഴുതിയിട്ട് ഡോക്ടർ പിന്നെ ടാബ്ലറ്റ്സ് എല്ലാം കുറിച്ചിട്ട് പറഞ്ഞു സിസ്റ്ററെ കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. പ്രധാന പരാതി എന്ന് പറഞ്ഞാല് ഒന്നുകിൽ ഒരു ഹാർട്ട് പേഷ്യന്റിനെ കൊണ്ടുപോകുമ്പോൾ അറ്റാക്ക് വന്ന ഒരു പേഷ്യന്റ് കൊണ്ട് ഒന്നിൽ ഒരു എക്കോ എടുക്കണമായിരുന്നു. കാരണം എന്ന് വെച്ചാല് നമ്മൾ ഇവിടെ ഈ ഡിസ്ട്രിക്റ്റിൽ നമ്മൾ പോയത് 108 ആംബുലൻസ് കിട്ടാഞ്ഞിട്ട് പോലും നമ്മൾ പോയത് കാശ് കൊടുത്ത് പെട്ടെന്ന് എത്തിക്കുക എന്നുള്ള ഒരു ഇതില്ല. എന്നിട്ട് അവർ ആൻജിയോഗ്രാം ചെയ്തില്ല, എക്കോ എടുത്തില്ല. ആ 2 ദിവസം സാധാ ഒരു വാർഡിലാണ് ആ പേഷ്യന്റിനെ കിടത്തിയത്. എന്നിട്ട് 3-2 കാർഡിയോളജിയിൽ കൊണ്ടുപോയത്. എന്നിട്ടും അവർ ചെയ്തെന്ന് വെച്ചാൽ ആൻജിയോഗ്രാം മൺഡേ ചെന്നു, ആ ഉച്ചയ്ക്ക് 12 മണിക്ക് ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞു അച്ഛ വിഷമിക്കേണ്ട, നമുക്ക് ബുധനാഴ്ച ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. എന്നിട്ട് രാത്രി വന്നു ടാബ്ലറ്റ്സ് തന്നു. വീണ്ടും ചൊവ്വാഴ്ച വരുന്നു, അച്ഛൻ നാളെ നമുക്ക് ആൻജിയോഗ്രാം ചെയ്യാന്ന് പറഞ്ഞു. ഓക്കെ എന്ന് പറഞ്ഞു. വേണോണ്ട് അങ്ങനെ ആൻജിയോഗ്രാം ചെയ്യാമല്ലോ എന്നിരുന്നപ്പോഴത്തേക്ക് വൈകിട്ട് ലിസ്റ്റ് വന്നപ്പോൾ അതിനകത്ത് വേണോന്റെ പേരില്ല. ഒരു 6-7 പേരുടെ പേര് ഒരു അറ്റൻഡർ എന്ന് വായിച്ചപ്പോൾ വേണമെന്ന് ചോദിച്ചു, എന്റെ പേരില്ലല്ലോ സാറേ, എന്റെ പേര് അവിടെ ഓൾറെഡി ഡോക്ടർ പറഞ്ഞായിരുന്നു ആളെ. അന്നേരം നിങ്ങൾക്ക് ഏത് ഡോക്ടറാണോ അവിടെ ചെന്ന് ചോദിക്കാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ വീണ്ടും മറ്റേ സിസ്റ്ററോട്, അവിടെ ഡ്യൂട്ടിക്കുള്ള സിസ്റ്ററോട് എന്ന് ചോദിച്ചാൽ പറഞ്ഞു ഇതൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല, ഏത് ഡോക്ടറാണോ നോക്കുന്നത് ആ ഡോക്ടറോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ വീണ്ടും 9 മണിയായപ്പോൾ ഡോക്ടർ വന്നപ്പോൾ ചോദിച്ചാൽ പറഞ്ഞ് വേണുവിന് നാളെ ആൻജിയോഗ്രാം ഇല്ല എന്ന് പറഞ്ഞു. അങ്ങനെ എന്താണെന്ന് ചോദിച്ചപ്പം പറഞ്ഞത് ഈ ആൻജിയോഗ്രാം നേരത്തെ ബുക്ക് ചെയ്യും, ഇൻ കേസ് ആരെങ്കിലും ഒരു പേഷ്യന്റ് ഇല്ലെങ്കിൽ അതിന് പകരം വേണുവിന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അതായത് ചൊവ്വാഴ്ച വൈകിട്ട് എക്കോ എടുത്തുകൊണ്ട് വെനസ്ഡേ രാവിലെയാണ് ആൻജിയോഗ്രാം തീരുമാനിച്ചത്. പക്ഷെ ഈ ചൊവ്വാഴ്ച ഇവർ എക്കോ എടുത്തില്ല. എന്നിട്ട് വെനസ്ഡേയിൽ ആൻജിയോഗ്രാമും ഇല്ലായിരുന്നു. പിന്നെ ഈ ചൊവ്വാഴ്ച വൈകിട്ട് ആൻജിയോഗ്രാം ഇല്ലെന്ന് പറഞ്ഞപ്പോൾ പുള്ളിക്ക് ഭയങ്കര ടെൻഷനായി. ഒന്നാമതരം പുള്ളി ടെൻഷനുള്ള കൂട്ടത്തിൽ. അപ്പോഴത്തേക്ക് തലവേദന എന്ന് പറഞ്ഞാൽ ഇവിടുന്ന് ഇങ്ങനെയുള്ള വേദനയാണ്, അതായത് ഇയർബഡ്സിന്റെ ബാലൻസ് പോകുന്ന രീതിയിലുള്ള തലവേദന. എന്നിട്ട് പറയാം ഭയങ്കര തലവേദന. ഞാൻ ഈ തലവേദന കണ്ടുകൊണ്ട് ഞാൻ വീണ്ടും ഒരു സ്റ്റാഫിനെ കണ്ടിട്ട് ഞാൻ പറഞ്ഞ ടാബ്ലറ്റ് വെച്ചപ്പോൾ അവരങ്ങനെ ടാബ്ലറ്റ് എടുത്തില്ല. നിങ്ങൾക്ക് തലവേദന ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഡോക്ടർ ഏതാണോ അത് നോക്കാൻ പറഞ്ഞു. ഞാൻ വീണ്ടും വേണോട് പറഞ്ഞു, വേണോണ്ട് അവരെന്നെ വഴക്ക് പറയുന്നു, അവർ തരുന്നില്ല. നമ്മുടെ ഡോക്ടറെ കാണാൻ പറഞ്ഞ് നമ്മുടെ ഡോക്ടറെ എവിടെ പോയി കാണണം, അത് അവരെന്നോട് പറഞ്ഞ നമ്പറും തരുന്നില്ല, അവർക്കത് അറിയത്തില്ലെന്ന് പറഞ്ഞ്. എന്നിട്ട് ഞാൻ നോക്കിയപ്പോൾ വേറൊരു പേഷ്യന്റ് ഒരു ഡോക്ടർ നോക്കുന്നുണ്ടായിരുന്നു. സാധാ ഒരു ഡോക്ടർ ആകുമ്പോൾ പഠിക്കുന്ന കുട്ടികൾ ഡോക്ടേഴ്സ് ആയിരിക്കുമല്ലോ,
അവർക്ക് വേണമെങ്കിൽ ഒരു തലവേദനയ്ക്ക് ഓക്കെ ചേട്ടാ ഈ ഒരു ഗുളിക കഴിക്ക് എന്ന് പറഞ്ഞ് എഴുതി കൊടുക്കാം. പക്ഷെ ആ ഡോക്ടർ എടുത്ത വായിൽ പറഞ്ഞത് ഞാൻ ചേട്ടനെ നോക്കുന്ന ഡോക്ടറല്ല, എനിക്ക് വേറെ പേഷ്യൻസ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് ആ ഡോക്ടർ തിരിഞ്ഞു നിന്ന്. അപ്പോഴത്തേക്ക് പുള്ളി ഭയങ്കരമായിട്ട് ദേഷിച്ചു, എന്റെ ഹസ്ബൻഡ് ദേഷിച്ചു. കാരണം നിങ്ങൾ ഈ എഴുതാനും കുറിക്കാനും ഒക്കെ നിൽക്കുമ്പോൾ എന്തെങ്കിലും പഠിച്ചിട്ടല്ലേ, ഇതൊന്നും അറിയാതല്ലോ വന്നിരിക്കുന്നത്. ഒരു പേഷ്യന്റ് തലവേദന പറഞ്ഞ് സാധാ ഒരു ഗുളിക എനിക്ക് തന്നാൽ മതി, അതുപോലും തന്നെ പറഞ്ഞ് ദേഷിച്ചപ്പോഴത്തേക്ക് ഈ ഡോക്ടർ അന്നേരം പറഞ്ഞു സമയത്ത് കുറെ ഡോക്ടർമാർ ഇങ്ങോട്ട് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ എഴുതി കൊടുത്തിട്ട് അങ്ങ് പോകും എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഈ പുള്ളി പറഞ്ഞു ഞാൻ അവിടെ ചെന്ന് അറിയിച്ചേക്കാന്ന് പറഞ്ഞു. അങ്ങനെ പിറ്റേന്ന് എന്നിട്ട് ഈ തലവേദന മാറുന്നില്ല. അവസാനം ഞാൻ വീണ്ടും ചെന്ന് അവിടെ പറഞ്ഞപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞു ഈ പുള്ളിക്കാരന് തലവേദന മാറുന്നില്ല, അതേപോലെ ഈ ചുണ്ടിനൊക്കെ ഒരു ഇത് വരുന്നെന്ന് ഞാൻ പറഞ്ഞു. അപ്പോഴത്തേക്ക് എൻ്റെ അടുത്ത് പറഞ്ഞു അത് നിങ്ങൾക്ക് ഡോക്ടർ വേണമെങ്കിൽ MICCU 2 പോയി അന്വേഷിക്കാൻ പറയും. അങ്ങനെ ഞാൻ അവിടെ ചെന്നപ്പോൾ ഞാനും എൻ്റെ ഇളയ മോളും കൂടെ പോയി. അവിടെ ചെന്നിട്ട് ഞങ്ങൾ തട്ടിയിട്ട് ICU ആണ്, നമുക്ക് നേരിട്ട് കയറാൻ പറ്റത്തില്ല, തട്ടിയപ്പോൾ ആരും തുറക്കുന്നില്ല. അങ്ങനെ ഞങ്ങൾ തള്ളി അകത്തോട്ട് ഞാൻ ചെന്നപ്പോൾ ആദ്യത്തിനകത്ത് 2-3 പേഷ്യൻസ് എടുക്കണം. പിന്നെ അങ്ങോട്ട് ഇപ്പോൾ ഒരു കഥ അടച്ചിട്ടേക്കുക. എന്നിട്ട് ഞാൻ മോളോട് പറഞ്ഞു മോളെ ഞാൻ തട്ടുന്നില്ല, നീ പോയി തട്ടാ. അന്നേരം അവള് നല്ല ഇതായിട്ട് തട്ടിയപ്പോഴത്തേക്ക് ആരെയും കണ്ടില്ല. അവൾ പിന്നെ തിരിഞ്ഞു നടന്നപ്പോഴത്തേക്ക് ഒരു സിസ്റ്റർ ഇങ്ങോട്ട് വന്നിട്ട് ഇതെന്തോ ഐസിയുടെ വാതിൽ ഇങ്ങനെയാണോ തട്ടുന്നതെന്ന് പറഞ്ഞുകൊണ്ട് ആ സിസ്റ്റർ വന്ന് ദേഷിച്ച്. അപ്പോഴത്തേക്ക് ഇവള് പറഞ്ഞു എന്റെ അച്ഛന് തീരെ വയ്യ തലവേദന, അത് നിങ്ങൾക്ക് അങ്ങനെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ ICUവിന് പുറത്തൊരു നമ്പറുണ്ട് അതിനകത്ത് വിളിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഞാൻ തീർച്ചയായിട്ടും അല്ലെങ്കിൽ എക്കോ എടുക്കാൻ പറഞ്ഞു. ഈ എക്കോ എടുത്ത് ലാസ്റ്റ് ടൈമിൽ ഇന്നലെ ഉച്ച കഴിഞ്ഞപ്പോഴാണ് ഈ ശ്വാസം മുട്ടൽ അനുഭവപ്പെടുന്നത്. ഈ 5 മണി കഴിഞ്ഞിട്ടാണ് എക്കോയ്ക്ക് കൊണ്ടുവന്നത്. ആ സമയത്താണ് ഡോക്ടർ ശ്വാസം മുട്ടൽ കണ്ടെത്തുകയും എന്നിട്ട് എന്നോട് പറഞ്ഞ് ICUവിലോട്ട് മാറ്റാന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു, ഒബ്സർവേഷന് വേണ്ടിയിട്ടല്ലേന്ന് പറഞ്ഞു. ഞാൻ ഓക്കെ പറഞ്ഞു. ICUവിലോട്ട് മാറ്റിയ പേഷ്യന്റ് കുറച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ എന്റെ അടുത്ത് വന്ന് ഒരു 10 മിനിറ്റ് പോലും ആയില്ല എന്നോട് വന്ന് പറഞ്ഞു വേണുവിന് ബൈസ്റ്റാൻഡർ. ഞാൻ പറഞ്ഞു അത് ആണുങ്ങളാരുമില്ല. ഞാൻ പറഞ്ഞില്ല. എന്ത് പറ്റി? അത് വേണുവിന് സീരിയസ് ആണ്, ആരെങ്കിലും ആണുങ്ങളോട് വരാൻ പറഞ്ഞു. ഞാൻ അതെന്ത് പറ്റി? അത് എന്താണെന്ന് അറിയത്തില്ല, ശ്വാസം കിട്ടുന്നില്ല പുള്ളിക്ക് എന്ന് പറഞ്ഞു. എന്നിട്ട് വേറൊരു ഡോക്ടർ ഇറങ്ങുന്നത് ഞാൻ ചോദിച്ചു വേണുവിന് എന്ത് വരുന്നത്, നെഞ്ചിൽ വെള്ളം കെട്ടിക്കിടക്കുന്നു, അതുകൊണ്ടാണ്. ഇത് അവർ നേരത്തെ അവരുടെ കാര്യങ്ങളാണ് അത് കണ്ടുപിടിക്കുന്നത്, നമുക്ക് അറിയത്തില്ല. ഇത് ചെക്ക് ചെയ്ത് അവർ കണ്ടുപിടിക്കുന്നത് അവർ ചെയ്തില്ല. ഇതാണ് അവിടെ സംഭവിച്ചത്.